ട്രേഡർ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഓപ്പണിംഗ് ഡൗൺ ആയിരുന്നു. ഇന്നും കുറച്ച് ഡൗൺ വന്നു. അതിനുശേഷം കുറച്ച് പ്ലസ്സിൽ പോയി. പക്ഷേങ്കിൽ ഇവിടെ CPR ലെവലിൽ ലോവർ ലെവലിൽ വീണ്ടും സെല്ലിങ് വന്ന് കുത്തനെ താഴോട്ട് പോയി. മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ മാർക്കറ്റ് വീക്കാണ്. നമ്മുടെ ഡോളർ റുപ്പീസിന് അഗേൻസ്റ്റ് നല്ലതായിട്ട് സ്ട്രെങ്ത് ആകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 85 റേഞ്ചിലോട്ട് വരാറായി. 84, 94, 95 ആണ് ഇന്നത്തെ ക്ലോസിംഗ് എന്ന് തോന്നുന്നു. നമ്മൾ ഡേ ചാർട്ട് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇത് കുറച്ചെങ്കിലും ബൗൺസ് ആകണം. ബൗൺസ് ആയിട്ട് നേരെ കുത്തനെ ഈ ലെവൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വൺ സൈഡ് പോവും താഴോട്ട്. വൺ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയത്തെ ഒരു ലെവല് ഈ 22,800 ഈ ഒരു റേഞ്ചിലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. മാർക്കറ്റ് മൊത്തത്തിൽ ഒരു വീക്ക്നെസ് കാണിച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ അത്രയും ഒരു വീക്ക്നെസ് ഇല്ല. ചാർട്ടിൽ വീക്ക്നെസ് കാണിക്കുന്നില്ല. പക്ഷേങ്കിൽ 2 ദിവസമായിട്ട് ഡൗൺ ആണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ ബൗൺസ് ആകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ചിലപ്പോൾ നടത്തിയിട്ട് ചിലപ്പോൾ കുറച്ച് ബൗൺസ് ആകുകയാണെങ്കിൽ നിഫ്റ്റിയും കുറച്ച് കയറി വരും. ഓക്കെ, നിഫ്റ്റി എന്തായാലും നല്ലൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേയുടെ വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഓവർ ബോട്ട് പൊസിഷൻ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി, അതുപോലെ മിഡ് ക്യാപ് നിഫ്റ്റി. അപ്പോൾ അതെല്ലാം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തിരിച്ച് വീണ്ടും കുറച്ച് കയറാം. പക്ഷേങ്കിൽ ഹെവി ഒരു മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഷെയർസിനകത്തൊക്കെ കിട്ടും. അത് നമുക്ക് എത്ര മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഷെയർസ് ഉണ്ട്. അതുപോലെ എത്ര മാർക്കറ്റ് ഹൈയിലാണെങ്കിലും ഓൾ ടൈം ലോയിൽ നിൽക്കുന്ന ഷെയർസുകളുണ്ട്. അത് കമ്പനികളുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയും സൂക്ഷിക്കുക. മൊത്തത്തിൽ വീക്കാണ്. പക്ഷേങ്കിൽ ചെറിയൊരു ബൗൺസ് 200-300 പോയിൻ്റൊക്കെ ബൗൺസൊക്കെ വരാം. അതിൽ കൂടുതലൊന്നും വരുമെന്ന് തോന്നുന്നില്ല നിഫ്റ്റിയിൽ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്നതല്ല. 14 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 14 ഷെയർ ഒരു 6-7 ഷെയർ നല്ല സൂപ്പർ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. കെയ്ൻസ്, 5 സ്റ്റാറിനകത്ത് ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു. കെസ് കോർപ്പറേഷൻ നല്ല ചാൻസ് വന്നു. ജ്യോതി CNC നല്ല ചാൻസ് വന്നു. REPL നല്ല ചാൻസ് വന്നു. RPP ഇൻഫ്ര സൂപ്പർ ചാൻസ് ആയിരുന്നു. ഇന്ത്യൻ കാർഡ് സൂപ്പർ ചാൻസ് ആയിരുന്നു. കുറേ ഷെയർസിനകത്ത് നല്ല സൂപ്പർ ചാൻസുകളായിരുന്നു. നമുക്ക് ഒരു 3-4 ഷെയറുകൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് വന്നിട്ട് നമുക്ക് കെയ്ൻസ് ഇന്ത്യ നമ്മൾ പറയുന്ന രീതിയിൽ ട്രേഡായ ഷെയറുകളാണ് കെയ്ൻസ് ഇന്ത്യ. കെയ്ൻസ് ഇന്ത്യയിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ 612ൻ്റെ മുകളിൽ പോയി ഇറങ്ങി. നമുക്ക് ഈ 2 ലെവലിൽ എവിടെ എടുത്താലും 345-നോ 336 എവിടെ എടുത്തെന്ന് പറഞ്ഞാലും നോക്കിയാൽ വൺ സൈഡ് മൂവ്മെൻ്റ് താഴ്ട്ട് വന്നേ 7082 ആ റേഞ്ചിലോട്ട് വന്നു. ഏകദേശം 250 രൂപയ്ക്കടുത്ത് ഒരു ഷെയർ പ്രോഫിറ്റ് ആ ഷെയർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ ഷെയർ ആയിരുന്നു ഇന്ത്യൻ കാർഡ് എന്ന് പറയുന്ന ഷെയർ. ഇന്ത്യൻ കാർഡ് ക്ലോത്തിങ്. അതും ഓപ്പണിങ്ങിൽ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കാണാം. ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് R2 വരെ അടിച്ചു. R2 വരെ അടിച്ചിട്ട് ഇറങ്ങി. നമുക്ക് ഈ റേഞ്ചിൽ തന്നെ എൻട്രി എടുത്ത് 447-48 റേഞ്ചിൽ എടുത്താൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് 40 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്, 40 കൂടുതൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഈ 3 ക്യാൻഡിലെ തന്നെ നല്ല ഹ്യൂജ് പ്രോഫിറ്റാണ് കാണിക്കുന്നത്. ഈസിയായിട്ട് നമുക്ക് നല്ല 40 രൂപ കിട്ടിയില്ലെങ്കിലും 10-15 രൂപയ്ക്ക് നമുക്ക് ഈസിയായിട്ട് ഒരു ഷെയർ നമുക്ക് ഈസിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് താഴോട്ട് തരുന്നത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് വേറെ ഷെയർ RPP ഇൻഫ്ര എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 പോയില്ല. പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് വന്നു. ഇവിടുന്ന് 253 റേഞ്ചിൽ എൻട്രി എടുത്താൽ
10-20 മിനിറ്റ് കൊണ്ട് 10 രൂപയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ്. വൺ സൈഡ് മൂവ്മെൻറ്റ്. വീണ്ടും തിരിച്ചാൽ ഇതേ വരുന്നുണ്ട്, ഹൈ അടിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ എൻട്രി എടുക്കാം. 52 എടുത്താൽ ലാസ്റ്റിലോട്ടത് 38, 20 രൂപയ്ക്ക് അടുത്ത് താഴെ പോകുന്നുണ്ട് ഷെയർ. 2 പ്രാവശ്യം നല്ല സൂപ്പർ ചാൻസാണ് ഈ ഷെയർസിനകത്ത് കിട്ടിയത്. അതുപോലെ വേറെ ഷെയർ ഏതായിരുന്നു, REPL എന്ന് പറയുന്ന ഷെയർ. REPL ഇതിനകത്ത് നമ്മൾ എൻട്രി എടുത്ത് കഷ്ടപ്പെട്ടു പോകും. കാരണം ഇവിടെ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിൽ തന്നു, ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. R1 മുകളിൽ പോയി R2 പോകാതെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യും. നമ്മൾ ഈ 311 എടുത്തിട്ട് നമ്മൾ ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ സ്റ്റോപ്പ് ലോസ് അടിക്കത്തുമില്ല. ഇത് ഹൈയിലോട്ട് കാണിക്കാൻ നമ്മൾ ടെൻഷൻ അടിക്കും. പക്ഷേങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒറ്റയടിക്ക് താഴെ പോയി ആ ഷെയർ 293. ഇവിടെ എടുത്തൊരു ക്ഷമയോട് വെച്ചോണ്ടിരുന്ന 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഒരു ഷെയറിൽ അവർക്ക് ഈ ഹൈയുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചവർക്ക് കിട്ടും നല്ല രീതിയിൽ. അതിനുശേഷം നമുക്ക് ചാൻസ് വന്നത് ജ്യോതി CNC എന്ന് പറയുന്നത് നല്ല ഒന്നൊന്നര ചാൻസ് ഈ ഷെയർ വന്നത്. ഇത് ഓപ്പണിംഗ് ക്യാൻഡിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 കയറിപ്പോയി. R1 1996 റേഞ്ച്. അതിന് താഴെ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. 95, 94 എൻട്രി എടുത്താൽ നമുക്ക് 1385, അതായത് എത്ര രൂപ, ഏകദേശം 90 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. അതാണ് ജ്യോതി CNCക്കകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒരു ഏകദേശം 90 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നാളത്തേന് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളത്തേന് നമ്മൾ 12 ഷെയർ എടുത്തിട്ടുള്ളൂ. ഈ 12 ഷെയറിനകത്ത് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളൊരു ഷെയറാണ് EIDPR എന്ന് പറയുന്ന ഷെയർ. ഈ ഷെയർ 1000 മുകളിൽ വന്നിട്ട് ഈ 1003 97 കട്ട് ചെയ്ത് താഴോട്ടിറങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിലൊന്ന് ഇറങ്ങുമ്പോൾ 25-30 രൂപയ്ക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോൾ. അതുപോലെ KPR മില്ലും R1 ഹൈ ഈ 2 റേഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് ഈ 2 റേഞ്ചിൻ്റെ താഴെ പോയാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതല്ല ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ R2 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇവിടെ വന്നാലും എൻട്രി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കോൺഗോഡ് ബൈ എന്ന് പറയുന്ന ഷെയർ R1 എന്ന ചാൻസ് തന്നാൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. യൂണിവേഴ്സ് കേബിൾ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഭാരതി ഹെക്സ 1500, ഇതിൻ്റെ ആവറേജ് വയ്ക്കുക 1535, 1500 പിവോട്ട് 1532. ഇത് ഓപ്പണിങ്ങിൽ ഈ പിവോട്ടിൻ്റെ എല്ലാം താഴെ പോയിട്ട് തിരിച്ച് കയറി 1532 മുകളിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു ബൈ ചാൻസ് ഈ ഷെയറിനകത്തുണ്ട്. അതല്ല ഓപ്പണിങ് ഹൈ ആണെങ്കിൽ എടുക്കരുത്. ഡൗൺ ഓപ്പണിങ് വന്നിട്ട് ഈ ലെവൽ കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് കയറുവാണെങ്കിൽ ബൈ ചെയ്യാം. KFinTech ഓപ്പണിങ്ങിൽ R1 R2 കിട്ടുവാണെങ്കിൽ നല്ലതാണ്. R1 ആണെങ്കിലും എടുക്കുന്നതിന് കുഴപ്പമില്ല, ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാം. അപ്കോടെക്സിനകത്ത് R1 അടിച്ചിട്ടിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗരുഡ അതും R1 റേഞ്ച് ചെയ്യുന്ന ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എയറോലം വന്നിട്ട് അതും ഹൈയും R1 ഏകദേശം അടുത്തടുത്താണ്. ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് ഈ 2 ലെവലിന് താഴെ വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. തിരിച്ച് പക്ഷേ ഈ 2 ലെവലിൻ്റെ മുകളിൽ കയറി പോയാൽ ചിലപ്പോൾ ഹെവി മൂവ്മെൻ്റ് അപ്പിലോട്ട് പോകും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറിയേക്കണം. ഈ ബജാജ് ഹെൽത്ത് കെയർ എന്നാണ് നല്ല ചാൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറേ നാളിന് ശേഷം ഒരു ഹെവി മൂവ്മെൻറ്റ് വന്നതാണ്. 600 പോയിട്ട് 592 കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സായി ലൈഫും മൊബിക്വിക്ക് എന്ന് പറയുന്ന ഈ ഷെയർ ഇന്ന് പുതിയതായിട്ട് ലിസ്റ്റായ ഷെയറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലെവലുകൾ നോക്കി 528, 557 ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സായി ലൈഫിനകത്തും R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തേനുള്ള ഷെയറുകൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.